ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ദോശയ്ക്കും വെള്ളയപ്പത്തിനും ഒക്കെ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി ഉണ്ടാക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ല കറിയാണിത്. മാത്രമല്ല ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് വലിയൊരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ചേർക്കാം. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഒരു ചെറിയ ബീറ്റ്റൂട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക് ഒക്കെ ചേർക്കണം. ഒരു സവാള അരിഞ്ഞത്, അതായത് ഉള്ളി, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഒരു 10 വെളുത്തുള്ളി അല്ലി ഉണ്ടാവും, ചെറിയ വെളുത്തുള്ളി, അത് ഈ പാത്രത്തിലേക്ക് ചേർക്കാം. അല്പം കറിവേപ്പില ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചിക്കൻ മസാല പൗഡറാണ്. ഞാനിവിടെ സ്പൈസി ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം എരിവ് വേണ്ടെങ്കിൽ സാധാരണ ചിക്കൻ മസാല പൗഡർ എടുക്കുക. ചിക്കൻ മസാല പൗഡർ ഈ കറിയിൽ നിർബന്ധമാണ്. ചിക്കൻ മസാല പൗഡർ അല്ലെങ്കിൽ ബീഫ് മസാല പൗഡർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. 2 ടീസ്പൂണാണ് ചിക്കൻ മസാല പൗഡർ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള പച്ചക്കറി നന്നായിട്ട് വെന്ത് കറിയൊന്ന് തിക്കായിട്ട് വരുന്ന അത്രയും സമയം മാത്രം വേവിച്ചാൽ മതി. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി റെഡിയാവും. പച്ചക്കറിയൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തോളും. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. മാത്രമല്ല ഗ്രേവി നല്ല തിക്കായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് കാച്ചി ഒഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക്, ഒരു മുളക് 2-3 പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ചേർക്കാം. വളരെ കുറച്ച് മതി, ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇതിലുള്ളത്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല തിക്ക് ഗ്രേവി ആകുമ്പോൾ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം അല്പം ചേർക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.